പണിയൊന്ന് കഴിഞ്ഞാല് റൂമിലേക്ക് ഓടും 5-10 മിനിറ്റൊന്ന് ഫോണെടുത്ത് നോക്കും ചെരിഞ്ഞൊന്ന് കടന്നിട്ട്. അസ്സലാമു അലൈക്കും കൂടപ്പറപ്പുകളെ. അപ്പോൾ നമുക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനുള്ള സമയമില്ല. ഇന്ന് നമുക്ക് കിച്ചൺ സഫായി ചെയ്യുന്ന ദിവസമാണ്, അതായത് കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ദിവസമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം ഞാൻ അങ്ങ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മാനേജറായ അമീർ കിടക്കുന്നത്. ഇതാണ് നമ്മൾ മഹാനായ നമ്മൾ കിടക്കുന്ന റൂം. ബെഡ് ഇതാണ് നമ്മുടെ അസിസ്റ്റൻറ്റ് മാനേജറായി കിടക്കുന്ന റൂം. അപ്പോൾ ഇൻഷാല്ലാ ഡ്രസ്സ് മാറ്റി വേഗം പോകാൻ നോക്കാം. അപ്പോൾ വേഗം നമുക്ക് ഇനി അവിടേക്ക് പോകണം. ഇതാണ് നമ്മുടെ അടുക്കള. നമ്മൾ പോകുന്ന വഴിയും ഹോട്ടലുകളൊക്കെ മുമ്പ് കാണിച്ചാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഇങ്ങോട്ടേക്ക് ചാടാം. ഇതാണ് നമ്മുടെ സഫായി ചെയ്യേണ്ട കിച്ചണ്. അധികമൊന്നുമില്ല. ഈ സ്റ്റോവ്ന്ന് കഴുകണം, അതിൻ്റെ മേലത്തെ പാത്രം, രാവിലെ ഉച്ചയ്ക്ക് വെച്ച ബിരിയാണി പാത്രം, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കഴുകി വൃത്തിയാക്കണം, പിന്നെ ഈ മേശ കഴുകണം, പിന്നെ താഴെ നിന്ന് കഴുകി വൃത്തിയാക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ചടപടയെന്ന് എല്ലാ പാത്രത്തുനിന്ന് വെള്ളമൊക്കെ നനച്ച് പിന്നെ സോപ്പൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ടാണ് കഴുകി വെച്ചു. കഴുകിയാൽ ഏറ്റവും കുഴപ്പം കൂടുതൽ ഞാനാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ എല്ലാ പാത്രവും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ മേൽഭാഗമൊക്കെ ഒന്ന് തുടച്ചു, ഗ്യാസിൻ്റെ ഭാഗവും ചുറ്റുഭാഗമൊക്കെ കളിച്ചു. പിന്നെ താഴെ നമ്മൾ അടിച്ചു പോയി കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ തുടച്ച് കുറച്ച് സോപ്പൊക്കെ ഒന്ന് വീശി നല്ല നിറച്ച് കഴുകിയിട്ടുണ്ട്. കാരണം നമ്മൾ ഇറച്ചിയും മീനും മുട്ടയും അങ്ങനെ പല സാധനങ്ങളും അവിടെ വെക്കുന്നതല്ലേ, അപ്പോൾ മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.